ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് റംലാൻ ഡേ 3 ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഡിഷ് റെഡിയാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റർക്കാരുടെ ചിക്കൻ കോഫ്ത കബാബ് റാപ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ പീറ്റ ബ്രെഡാണ് ആക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒരു ചെറിയ ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ടിതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ കണക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൈദ കൂട്ടോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ തന്നെ ചേർക്കാൻ നോക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ഈസ്റ്റ് വെള്ളമില്ല, അതും ഒന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ബോർഡിൽ വെച്ചിട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒരു 5-10 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക, എന്നാലും നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ മാവ് കുഴച്ച ബൗളില്ല, അതിലേക്ക് തന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം, എന്നാലേ നല്ല പൊന്തി വരുള്ളൂ. ഇപ്പോൾ നാട്ടിൽ ചൂടായതുകൊണ്ട് പൊന്തി കിട്ടും, 2 മണിക്കൂറിലൊക്കെ പൊന്തി കിട്ടും. ഇനി ഇത് നമുക്ക് കബാബ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ 400 ഗ്രാം മിൻസ്ഡ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളതിൽ മിൻസ്ഡ് ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബോൺലെസ് ചിക്കൻ എടുത്തിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാനിവിടെ 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം വേണ്ട, അതിൻ്റെ ഹാഫ് മതി കേട്ടോ, 1/2 മതി. പിന്നെ 1 മീഡിയം സൈസ് ഓണിയൻ എടുക്കണം, 2 ഗ്രീൻ ചില്ലിയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുക്കാം. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത ആ മിക്സില്ല അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കൊടുത്തിട്ട് അതിൻ്റെ മിക്സ് മാത്രം ഒന്ന് ചിക്കൻ മിൻസ്ഡ് ചിക്കനില്ല അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ ആ വെള്ളം ഊറ്റിയ മിക്സ് ഇല്ല അത് ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1 ടീസ്പൂൺ ടർമറിക് പൗഡറും 1 ടീസ്പൂൺ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് കയ്യിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട്ലൈറ്റൊക്കെ ഇല്ല അതിൻ്റെ കുറച്ച് വലിയ ഷേപ്പായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കബാബ് 8 ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇത് വെച്ച് മസാല വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് റെസ്റ്റിന് വെക്കാം. എന്നിട്ട് ഇതാ നേരത്തെ പീറ്റ ബ്രെഡിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ല, അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ടിത് ആ മാവ് 4 കഷ്ണമാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
എന്നിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ 4 ആയിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ 4 ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുബൂസാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഇതാ കുബൂസ് റെഡി ആയിട്ടുണ്ട്. 4 കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് 8 പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുബൂസ് ചെയ്യുമ്പോൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി, എന്നാലേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി കബാബിൽ അതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കബാബ് ഫ്രൈ ചെയ്യുന്നത് ഗീ കൊണ്ടാണ് കേട്ടോ. ഗീ ആകുമ്പോൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളതിൽ ഗീ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓയിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്തോ. രസമൊക്കെ ഉണ്ടാവും, എന്നാലും ഗീ ആകുമ്പോൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ആക്കലാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കബാബ്. അപ്പോൾ ഇത് ഇനി വേണ്ടത് കുബൂസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള വെജീസാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് ഓണിയനും, പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാണ്ടറും കുക്കുംബറും ഹാഫ്, പിന്നെ ഒരു ചില്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് പുളിക്ക് നാരങ്ങയും ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ക്യാബേജാണ് കേട്ടോ. റോ ക്യാബേജും, പിന്നെ ഒരു ടൊമാറ്റോനെ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് മയണൈസ് വേണം കേട്ടോ. അതും ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോ കറക്റ്റായിട്ട് നോക്കുക, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനൊരു കുബൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കബാബ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ലൈസ് അല്ലെങ്കിൽ 2 സ്ലൈസ് ടൊമാറ്റോയും വെച്ച് കൊടുക്കുക. എന്നിട്ട് സലാഡില്ലേ കുക്കുംബറിൻ്റെ, അതും ഇട്ടുകൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാബേജും ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടോപ്പിലേക്ക് കുറച്ച് മയണൈസും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ 8 നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ കൊഫ്ത കബാബ് റാപ്പ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും, ബൈ.